وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറത്തുൽ ഹുജറാത്ത് 10-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫനെല്ലാം മണിക്കണം, ഉന്നത്ത് വേണം. ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. ഇന്നമൽ മുഅ്മിനൂന, സത്യവിശ്വാസികൾ, ഇഖ്വത്തുൻ, സഹോദരങ്ങൾ മാത്രമാണ്. ഫഅസ്ലിഹു, അതുകൊണ്ട് നിങ്ങൾ രഞ്ജിപ്പ് വരുത്തുക, യോജിപ്പുണ്ടാക്കുക. ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടവരായേക്കാം, അനുഗ്രഹം ചെയ്യപ്പെട്ടവരായേക്കാം. 9-ാമത്തെ ആയത്തിൻ്റെ നേരെ തുടർച്ചയാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 2 കൂട്ടർ പോരടിച്ചാൽ അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. ഒരു കക്ഷി മറ്റൊരു കക്ഷിയുടെ മേൽ അതിക്രമം പ്രവർത്തിച്ചാൽ ആ അതിക്രമം പ്രവർത്തിച്ചവരുടെ മേൽ നിങ്ങൾ എതിരിടണം, അവരെ ഒതുക്കണം. എന്നിട്ട് നീതിയോടുകൂടി രഞ്ജിപ്പുണ്ടാക്കണം, കാര്യങ്ങൾ നേരെ ആക്കണം. അങ്ങനെ രഞ്ജിപ്പുണ്ടാക്കുന്നവരെ, നീതി പുലർത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞതിൻ്റെ ചുരുക്കം. അവിടെ നീതി പുലർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു കൂട്ടർ, അല്ലെങ്കിൽ രണ്ടാളായിരുന്നാലും ശരി, 2 കുടുംബങ്ങളായിരുന്നാലും 2 വ്യക്തികളായിരുന്നാലും ഒക്കെ ഈ കൽപ്പന അവിടെ നടപ്പാക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ വിധി. അപ്പോൾ അതിൽ ഒരു കൂട്ടരുടെ മേൽ എന്തെങ്കിലും ഒരു നീതിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്ത് പോവുക എന്നതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നീതി വളരെ കൃത്യമായിട്ട് നടപ്പാക്കണം എന്ന് ശക്തമായി തന്നെ ഇവിടെ കൽപ്പിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരങ്ങൾ മാത്രമാണ്. സത്യവിശ്വാസികൾ തമ്മിൽ ഉള്ള ബന്ധത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ ഹദീസും വളരെ വ്യക്തമായി കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണയായി പല രൂപത്തിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പരസ്പരം വിശ്വാസികൾ തമ്മിൽ അസൂയപ്പെടരുത്, അസൂയ ഉണ്ടാകരുത്. ഒരാൾക്കൊരു നന്മ കിട്ടിയാൽ ആ നന്മയെ സംബന്ധിച്ച്
അത് നശിച്ചു കാണുക എന്താണല്ലോ അസൂയ, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ നിങ്ങൾ അന്യോന്യം വില കയറ്റരുത്, മത്സരിച്ച് വില കയറ്റി പറയുക. അതുപോലെ പരസ്പരം ഈർഷ്യത വെച്ച് പുലർത്തരുത്. അതുപോലെ അന്യോന്യം സഹായിക്കാതെ പിന്മാറിപ്പോകരുത്. അതുപോലെ ചിലർ കച്ചവടം നടത്തുന്നതിൻ്റെ മീതെ വേറൊരാൾ കച്ചവടം നടത്തുക, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹോദരന്മാരായിരിക്കുകയും ഒരു മുസ്ലിം അവൻ്റെ സഹോദരനെ ആക്രമിക്കുകയില്ല, അവനൊരിക്കലും കൈവെടിയുകയില്ല, അവനെ അവഗണിക്കുകയില്ല. ഇതൊക്കെ വിശദമായി ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളുടെ മുമ്പിൽ വെക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അതിൻ്റെ അവസാനം പറഞ്ഞു, നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തഖ്വ ഇവിടെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഒരു മുസ്ലിം അവൻ്റെ സഹോദരനെ അവഗണിക്കുന്നത് തന്നെ മതി, അവന് ആപത്തായിട്ട് അത് തന്നെ മതി എന്ന് ഹദീസിൻ്റെ ബാക്കി ഭാഗത്തിൽ കാണാം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ 3 കാര്യങ്ങൾ ഹറാമാണ്, നിഷിദ്ധമാണ്. അവൻ്റെ രക്തം, അതുപോലെ അവൻ്റെ ധനം, അവൻ്റെ മാനം, ഇത് 3ഉം ഹറാമാണ് എന്ന് ആ ദീർഘമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. അതുപോലെ വളരെ പ്രസിദ്ധമായ മറ്റൊരു ഹദീസ് മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നത്, ഒരാൾ തനിക്ക് എന്തിഷ്ടപ്പെടുന്നുവോ അത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ സത്യവിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞതായിട്ട് കാണാം. തനിക്ക് എന്താണോ ഇഷ്ടം അത് തന്നെ തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഒരിക്കലും ഇവർ തമ്മിൽ ഒരക്രമം അല്ലെങ്കിൽ ഒരു അനീതി പരസ്പരം ഉണ്ടാകാൻ പാടില്ല. അൽ മുസ്ലിമു അഹുൽ മുസ്ലിമി ലാ യദ്ലിമുഹു വലാ യസ്ലിം, അവന് അക്രമം ചെയ്യുകയില്ല, അവൻ്റെ സ്വഭാവത്തിൽ തന്നെ അങ്ങനെ ഉണ്ടാകുകയില്ല എന്നർത്ഥം. അതുപോലെ മറ്റൊരു ഹദീസിൽ, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, അല്ലാഹു ഒരു സഹോദരൻ ഔനിൽ അബ്ദി തൻ്റെ അടിമയെ സഹായിക്കും, അവൻ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം എന്നാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, ഇദാ ദഅൽ മുസ്ലിമു ലി അഖീഹി, ഒരാൾ തൻ്റെ സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാൽ, അയാൾക്ക് വേണ്ടി അസാന്നിധ്യത്തിൽ, അയാളുടെ സാന്നിധ്യത്തിൽ അല്ലാതെ പ്രാർത്ഥിച്ചാൽ മലക്ക് പറയും, അതുപോലെ നിനക്കും ഉണ്ട്, നീ ആ പ്രാർത്ഥിച്ചതുപോലെ നിനക്കും ഉണ്ട് എന്ന് മലക്ക് പറയുന്നതായിട്ട് സഹിയായ ഹദീസിൽ, ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നീതി ചെയ്യുന്ന കാര്യം, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇബ്നു നസീർ ഉദ്ധരിച്ച് നമുക്ക് കാണാം. നീതി ചെയ്യുന്നവർ അവർ പ്രകാശഗോപുരങ്ങളിൽ, പ്രകാശങ്ങളുടെ ഒരു മിമ്പറുകളിലാണ് അവർ ദുനിയാവിൽ ഉണ്ടായിരിക്കുക എന്നൊക്കെ വിശദീകരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പിന്നെ മറ്റൊരു പ്രസിദ്ധമായ ഹദീസ്, മുസ്ലിങ്ങൾ പരസ്പരം, മുഅ്മിനീങ്ങൾ പരസ്പരം അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതും അതുപോലെ കാരുണ്യം പ്രകടിപ്പിക്കുന്നതും ബന്ധം പുലർത്തുന്നതെല്ലാം ഒരു ശരീരം പോലെയാണ്. കമസലിൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെയാണ്. അതിൽ നിന്ന് ഒരവയവത്തിന് എന്തെങ്കിലും രോഗം വന്നാൽ, വിഷമം വന്നാൽ മറ്റുള്ള അവയവങ്ങളും അതിനനുസരിച്ച് പനിയും അതുപോലെ ഉറക്കമിളച്ചുകൊണ്ടും അതിനോട് കൂടെ ഉണ്ടാകും. ആ അവയവത്തിനല്ലേ അസുഖം, അത് എനിക്കൊന്നുമില്ല എന്ന് മറ്റ് അവയവങ്ങൾ കരുതുകയില്ല എന്നുള്ള രൂപത്തിൽ, അതായത് എല്ലാവർക്കും അതിൻ്റെ വിഷമം ഉണ്ടാകുന്ന രൂപത്തിൽ തന്നെയാണ് ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു കെട്ടിടം പോലെയാണ്, മറ്റൊരു ഹദീസിലുള്ളതാണ്.
ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ. ഇങ്ങനെ ഈ വിഷയ സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട ഏതാനും ഹദീസുകളാണ് ഇപ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽ പെടുത്തിയത്. ധാരാളം ഹദീസുകൾ, 1ഉം 2ഉം 10ഉമല്ല, ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സത്യവിശ്വാസികൾ സഹോദരങ്ങൾ തന്നെയാണ്. ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, അപ്പോൾ നിങ്ങൾക്ക് അവർ രണ്ടുപേരുടെ ഇടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, സുൽഹുണ്ടാക്കണം. സ്വാഭാവികമാണ്, മനുഷ്യന്മാർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, കുടുംബക്കാർ തമ്മിലുണ്ടാവും, വ്യക്തികൾ തമ്മിലുണ്ടാവും. ചെറിയ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യം പിടിച്ചിട്ടോ അല്ലാതെയൊക്കെ പലതൊക്കെ പറഞ്ഞു എന്ന് വന്നേക്കാം. അങ്ങനെ അത് നേരാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെന്നെ പരസ്പരം നേരാക്കണം. നേരാക്കാൻ കഴിയില്ലെങ്കിൽ മറ്റുള്ളവർ അതിന് മുൻകൈയെടുക്കണം എന്നാണ് ഈ പറയുന്നത് അർത്ഥം. ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഈ ആയത്തിൽ നമ്മളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ അവർ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഈ വിഷയം നമ്മളുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആ നിലക്ക് തന്നെ നമ്മൾ പരിഗണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ പലതും ഉണ്ടാകുന്നതൊക്കെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവണം. അങ്ങനെ ഇസ്ലാഹ് ഉണ്ടാക്കുന്ന, നന്മ ഉണ്ടാക്കുന്ന, രഞ്ജിപ്പുണ്ടാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.